കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. സ്തോത്രം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യേശു എന്നെ സ്നേഹിക്കുന്നു. അതെനിക്ക് നല്ല ഉറപ്പാണ്. ഈ ഭൂമിയിൽ ആരൊക്കെ സ്നേഹിച്ചില്ലെങ്കിലും സാരമില്ല, കർത്താവിന് സ്തോത്രം. പക്ഷേ എന്നെ സ്നേഹിക്കാൻ എനിക്ക് ഒരുപാട് ആളുകളുണ്ട്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് തോന്നാറില്ല. എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതിലുപരിയായി എന്നെ സ്നേഹിക്കുന്നൊരു യേശു ഉണ്ടെന്ന് അതെനിക്ക് അനുഭവമാണ്. കർത്താവിന് സ്തോത്രം. ആ അനുഭവം എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്നുണ്ട്, എന്നെ ഒരുപാട് ശക്തീകരിക്കുന്നുണ്ട്. യേശു സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് പോരെ, ആശ്വാസം. സ്തോത്രം. യേശു ഉണ്ടല്ലോ കൂടെ, പിന്നെ എന്തിനു പേടിക്കണം, പിന്നെ എന്തിനു ഭയപ്പെടണം, എന്തിനു ചഞ്ചലപ്പെടണം? മുന്നോട്ട് കാലെടുത്ത് മുന്നോട്ട് പോകുക, മുന്നോട്ട് കാലടികൾ വെച്ച് മുന്നോട്ട് പോകുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. സ്തോത്രം. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി ഒന്നും അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്ന്. ആ സമർപ്പണമെടുത്ത അപ്പോസ്തലൻ തൻ്റെ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയെ കർത്താവ് എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല. എന്തൊരു വിശാലമായ കാഴ്ചപ്പാടോടെയാണ് അപ്പോസ്തലൻ പറയുന്നത്. എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലൻ വലിയൊരു കൂട്ടം ജനത്തെ കാണുകയാണ്. എനിക്ക് മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കും. ചോദിക്കട്ടെ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിലാണോ നിങ്ങൾ പ്രിയം വെച്ച് മുന്നോട്ട് പോകുന്നത്? അതോ ഈ ലോകത്തിലാണോ? ലോകത്തിലെ സമ്പത്ത്, ലോകത്തിലെ സൗഖ്യങ്ങൾ, ലോകത്തിലെ ഉയർച്ചകൾ, വളർച്ചകൾ, ഇതൊക്കെയാണോ പ്രിയരെ നമ്മുടെ ലക്ഷ്യം? അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഇവിടെ തങ്ങി നിൽക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എൻ്റെ കർത്താവ് വരും, എൻ്റെ യേശു വരും. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, അവിടെ നമുക്ക് പ്രിയം വയ്ക്കാം. സ്തോത്രം. ദൈവനാമത്തിൽപ്പെടട്ടെ. നാം ഏതാനും ദിവസങ്ങളായി ചിന്തിച്ചു വരികയായിരുന്നു, യഹോശഫാത്ത് രാജാവിൻ്റെ മുമ്പിൽ മോവാബിരും അമ്മോന്യരും മെയൂന്യരും അവർ യുദ്ധത്തിന് വന്നു. രാജാവ് ഉപവാസം പ്രഖ്യാപിച്ചു. രാജകൊട്ടാരം മാത്രമല്ല, ആ രാജ്യം മുഴുവൻ. മാത്രമല്ല, അവർ യഹോവയുടെ സഭയിൽ കൂടി വന്നു. അവർ സഭായോഗം കൂടി. കർത്താവിന് സ്തോത്രം. അതിൻ്റെ മധ്യത്തിൽ യഹോശഫാത്ത് എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമാണ് സർവശക്തൻ, നാം ഭയപ്പെടേണ്ട. ദൈവം സർവപരാക്രമിയാണ്, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ജനത്തെ ധൈര്യപ്പെടുത്തി. മാത്രമല്ല, ഹല്ലേലൂയ, 12-ാം വാക്യം, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, തന്നെ ബലപ്പെടുത്തിക്കൊണ്ടും ജനത്തെ ബലപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണ് നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വാസ്തവമായി നമുക്ക് വരേണ്ട കാഴ്ചപ്പാടാണ്, കർത്താവേ, ഞങ്ങൾക്ക് പിശാചിനെ ജയിച്ചു നിൽപ്പാൻ കഴിവില്ല, ഞങ്ങൾക്കൊരു പാപത്തിന്മേലും ജയം സ്വന്തമായി നേടാൻ കഴിയില്ല. ഞങ്ങൾ അവിടുത്തെ കൃപയിൽ ശരണപ്പെടുന്നു. അവിടുന്ന് കാൽവറിയിൽ നേടിത്തന്ന ജയത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ജയമെടുക്കുന്നു. ജയം സ്വന്തമായിട്ട് കിട്ടുന്നതല്ല പ്രിയരെ. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ 2000 വർഷം മുമ്പ് നേടിയെടുത്ത വിജയം, ആ വിജയം വിശ്വാസത്താൽ നാം അനുഭവിക്കുകയാണ്, അത് ഏറ്റെടുക്കുകയാണ്. അല്ലാണ്ട് ഞാൻ ചെന്ന് ജയം നേടുകയല്ല. ഒരിക്കലും യേശു ക്രിസ്തു നേടിത്തന്ന ജയത്തിൻ്റെ പങ്കാളികളായി നാം തീരുകയാണ്. അതാണ് ജയജീവിതം. ഹല്ലേലൂയ. അല്ലാതെ നാം വിഷമിച്ച് കണ്ണടച്ച് അയ്യോ അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കാതെ വിഷമിച്ച് ഞെക്കി നേടുന്ന അല്ല ജയജീവിതം. എൻ്റെ കർത്താവ് കാൽവറിയിൽ പിശാചിൻ്റെ തലയെ തകർത്ത് നേടിയെടുത്ത വിജയം. ഹല്ലേലൂയ. കാൽവറിയിൽ ജയക്കൊടി നാട്ടിയതായ ക്രിസ്തുവിൻ്റെ ജയം ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുത്ത് അതെൻ്റെ ജീവിതത്തിന് അനുഭവമാക്കി തീർക്കുന്നു. ജയജീവിതം. സ്തോത്രം. യഹോശഫാത്ത് പറഞ്ഞു, കർത്താവ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിവില്ല, എല്ലാം കൃപയാണ്, പക്ഷേ ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ ശരണപ്പെടുന്നു. സ്തോത്രം. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു.
പ്രിയപ്പെട്ടവർ, നമ്മുടെ കണ്ണെപ്പോഴും സ്വർഗത്തിലെ ദൈവത്തെങ്കിലേക്കായിരിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തിലേക്ക് ആരെല്ലാം നോക്കിയോ അവരെ പ്രകാശം കൊണ്ട് നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളിൽ പലരും, ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്കല്ലേ നോക്കുന്നത്? ഒന്ന് ചിന്തിച്ചേ. മോനെ, നീ നിൻ്റെ വിഷയത്തിലേക്കല്ലേ നോക്കുന്നത്? നിൻ്റെ കടബാധ്യതയിലേക്ക് നോക്കുന്നത്? നിൻ്റെ ചോർന്നൊരിക്കുന്ന വീടിലേക്കല്ലേ നോക്കുന്നത്? നിൻ്റെ കാലിയായ പോക്കറ്റിലേക്കും പേഴ്സിലേക്കുമല്ലേ നോക്കുന്നത്? ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടിക്കൂടി വരുന്നതായ ബാങ്ക് ലോൺ അത് അടയ്ക്കാൻ കഴിയാതെ ഞെരുക്കുന്ന വിഷയത്തിലേക്കല്ലേ മോനെ നീ നോക്കുന്നത്? ഇങ്ങനെ 100 വിഷയങ്ങൾ. എന്നാൽ അതെല്ലാം അവിടെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ അതെല്ലാം വിട്ട് ക്രിസ്തുവിലേക്ക് കണ്ണുയർത്തിയാൽ നിങ്ങളുടെ ഈ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു ക്രിസ്തു നിങ്ങൾക്ക് തരും. ഇതൊരു സത്യമാണ്, ഇതൊരു നിത്യസത്യമാണ്. അനേകർ അനുഭവിക്കുന്നു, എളിയവനായി ഞാനും അനുഭവിക്കുന്നു. പ്രശ്നങ്ങളിലേക്ക് നോക്കിയാൽ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ, പക്ഷേ പ്രശ്നങ്ങളിലേക്ക് നോക്കി തളരാൻ ദൈവം നമ്മൾ വിളിച്ചിട്ടില്ല. സ്തോത്രം. കർത്താവിലേക്ക് നോക്കി ബലപ്പെടാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. യഹോശഫാത്ത് വലിയ ജനസമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അവരോട് എതിർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കർത്താവേ, അവിടുന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 14-ാമത്തെ വാക്യം, അപ്പോൾ സഭാമധ്യ വെച്ച യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മഥന്യാവിൻ്റെ മകനായ യെയിയേലിൻ്റെ മകനായ ബെനായാവിൻ്റെ മകനായ സഖര്യാവിൻ്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിൻ്റെ മേൽ വന്നു. ആത്മാവ് വന്നു. അപ്പോൾ സഭാമധ്യേ വെച്ച്, അപ്പോൾ ഉപവാസം പ്രസിദ്ധമാക്കി സഭായോഗം കൂടി ദൈവത്തിൻ്റെ സർവശക്തിയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മുൻമുഖത്തേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. ഇതെക്കാലത്തും അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രശ്നം ഒരിടത്ത് 3 രാജാക്കന്മാർ ചേർന്ന് വന്നേക്കണം. അപ്പോൾ ചഞ്ചലപ്പെട്ടില്ല, ഉപവാസം പ്രസിദ്ധമാക്കി. അവിടെ നിന്നില്ല, സഭായോഗം കൂടി. അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ നിരാശയെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെക്കുറിച്ചോ ജനത്തിന് മുമ്പിൽ എഴുന്നേറ്റ് പറയരുത്. അത് ജനത്തിൻ്റെ ശക്തികളെയും. നിങ്ങളുടെ പരാജയങ്ങൾ യേശു ക്രിസ്തുവിനോട് പറഞ്ഞ് അവിടുന്ന് ബലം പ്രാപിച്ചുകൊള്ളണം. ജനത്തിൻ്റെ മുമ്പിൽ ജയത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊള്ളണം. ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച് പറഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളും നമ്മുടെ പോരായ്മകളെല്ലാം വിളിച്ചു പറയുന്ന ഒരു രംഗമാകരുത് വചന ശുശ്രൂഷയുടെ രംഗങ്ങൾ, ആത്മാവിൻ്റെ ശുശ്രൂഷയുടെ രംഗങ്ങൾ. ആത്മാവിൻ്റെ ശുശ്രൂഷ ജയത്തിൻ്റെ ശുശ്രൂഷയാണ്. പക്ഷേ ആന്തരികമായി എളിമ വേണം. തീർച്ചയായും കർത്താവേ, ഞങ്ങൾ ഏതുമില്ല എന്ന് ഉള്ളിൽ പറയണം. ഏതുമില്ല എന്ന് നമുക്ക് തോന്നണം. എപ്പോഴും ഞാൻ ഏതുമില്ല, ഞാൻ പാപിയാണ്, കൃമിയാണ്, പുഴുവാണ്, ഞാൻ അതാണ്, ഇതാണ്, മണ്ണാണ്, പൊടിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ശരിയാണ്, അത് ഉള്ളിൽ അംഗീകരിച്ചുകൊണ്ട് മോനെ നീ ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിക്കണം. എന്നുമെന്നും പുഴുവാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ അവസാനം വരെ പുഴുവായിരിക്കും. കർത്താവിൻ്റെ സ്തോത്രം. എന്നുമെന്നും കൃമിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ എന്നും കൃമിയായിരിക്കും. അല്ല മോനെ, നീ ശക്തനായി ജീവനുള്ള ദൈവത്തിൻ്റെ പ്രയോജനപ്പെടാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അഹങ്കാരം പറയാനാണോ പറഞ്ഞത്? അല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ മകനാണെന്ന് പറയണം. ഞാൻ ദാസനാണ്, ഞാൻ അടിമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവം നമ്മെ വീണ്ടെടുത്തപ്പോൾ പുത്രത്വത്തിൻ്റെ അവകാശമാണ് നമ്മുടെ മേൽ പകർന്നത്. ഹല്ലേലൂയ. സ്വർഗീയ പുത്രത്വത്തിൻ്റെ അവകാശം, മക്കളുടെ അവകാശം. മക്കളാണെങ്കിൽ അവകാശികളാണ്. ഹല്ലേലൂയ. സ്വർഗീയ സകല നന്മകളെ അവകാശികളാണ് നമ്മൾ. സ്വർഗീയ സർവ്വ സൈന്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുകയാണ്. മാലാഖമാരുടെ സംസർഗം നമുക്ക് ലഭിക്കും. ശരിയായി ഗ്രഹിച്ചില്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ പറയും, ഇത് അഹങ്കാരമല്ലേ, എന്നും ദൈവസന്നിധിയിൽ എളിമപ്പെടണം. തീർച്ചയായിട്ടും പ്രിയരെ, ആന്തരികമായൊരു എളിമ വേണം. തീർച്ചയായിട്ടും വേണം. വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, വേണം. പക്ഷേ ഞാൻ കൃമിയാണ്, പുഴുവാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങും നാം എത്തിയേല. 10 വർഷത്തെ ആത്മീയമായിരിക്കും ഇന്നും, 20 വർഷത്തെ ആത്മീയത്തിൽ ആയിരിക്കില്ല, അതിൽ താണു പോകും. ആ പുത്രത്വം, സൺഷിപ്പ്, അതിൽ കയറി നിന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മകനാണ് ഞാനെന്ന് കണ്ട്, സ്വർഗത്തിലെ ദൈവൻ്റെ അപ്പനാണെന്ന് കണ്ട് ആ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അതോറിറ്റി വരുന്നത്, സ്പിരിച്വൽ അതോറിറ്റി വരുന്നത്. സ്തോത്രം. അപ്പോൾ നാം കൽപ്പിച്ചാൽ ചില രോഗങ്ങൾ മാറിപ്പോകും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നാം കൽപ്പിക്കുമ്പോൾ ചില കിഡ്നി സ്റ്റോണുകൾ ഉരുകിപ്പോകും.
അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം കൽപ്പിക്കുമ്പോൾ ചില മാനസിക വിഭ്രാന്തികൾ ഇറങ്ങിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ ചില ഭൂതബാധകൾ മാറിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മക്കളെന്ന പദവിയിൽ നിന്നുകൊണ്ട് നാം കൽപ്പിക്കുമ്പോൾ ചില കടബാധ്യതകൾ നീങ്ങിപ്പോകും. ചില പൈശാചികൻ്റെ വ്യാപാരങ്ങൾ മാറിപ്പോകും. എൻ്റെ പ്രിയരെ, നിങ്ങളെന്നും അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ക്രിസ്തീയ ജീവിതം, സന്തോഷമില്ലാത്ത ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് പോകരുത്. രാജാവിൻ്റെ മകനായി നാം ജീവിക്കണം. സ്തോത്രം. രാജാതിരാജനായി ക്രിസ്തുവിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കണം. പക്ഷെ ഉള്ളിൽ ഓർത്തോളണം, എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, നാഥ നിൻ കൃപയാൽ ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, എല്ലാം ദാനമല്ലോ, നാഥ നിൻ കൃപയാൽ ദാനമല്ലോ. ദാനമാണെന്ന് ഓർക്കണം. പക്ഷേ മക്കളെന്നുള്ള പദവി കളയരുത്. സ്തോത്രം. നിങ്ങൾ എന്തു പറയുന്നു? ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം നിന്നാൽ നാം ഭയപ്പെടേണ്ടി വരികയില്ല, നാം പരാജയപ്പെടേണ്ടി വരികയില്ല. നമുക്ക് ജയം നൽകും. യഹോശാഫാത്ത് രാജാവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ചിന്തിക്കണം, നന്നായി ചിന്തിക്കണം. ഈ 3 രാജാക്കന്മാരും രാജ്യങ്ങളും യഹോശാഫാത്ത് രാജാവിനും ഇസ്രായേലിനും എതിരായി യുദ്ധത്തിന് വന്നപ്പോൾ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ ശക്തിയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ജനത്തോട് ചേർന്ന് ഉപവാസത്തിൽ പങ്കുചേർന്ന് സഭായോഗത്തിൽ ശക്തമായി ദൈവീയ ശക്തിയെക്കുറിച്ച് പ്രസ്താവിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരമശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്ത യഹോശാഫാത്ത് രാജാവിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു നമുക്ക് ഇനിയും ചിന്തിക്കണം. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഞാൻ പ്രസംഗം വലിച്ചു നീട്ടുകയല്ല, പക്ഷേ എൻ്റെ കർത്താവിൻ്റെ നാവിൽ തരുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഏതെങ്കിലും ഒരു വേദഭാഗം വായിച്ച് എന്തെങ്കിലും പറഞ്ഞു പോകണം എന്നല്ല എൻ്റെ ആഗ്രഹം. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ജാഗരണത്തോടെയാണ് ശുശ്രൂഷയ്ക്കിരിക്കുന്നത്. കർത്താവ് ഈ വാക്കുകൾ കേൾക്കുന്ന ജനത്തിന് ആശ്വാസം കിട്ടണം, അവരുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കണം, അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം, അവരുടെ കടബാധ്യതകൾ മാറണം, പിശാചിൻ്റെ ബന്ധത്തിൽ കിടക്കുന്ന അനേകർ വിടുവിക്കപ്പെടണം. നിത്യ നരകത്തിൻ്റെ അവകാശികളായി മുന്നോട്ട് ഓടുന്നവർ, അത് തിരിച്ചറിയാതെ പോകുന്ന അനേകർ അവർ യഥാർത്ഥ അവസ്ഥ കണ്ടെത്തി യേശുവിലേക്ക് തിരിഞ്ഞ് അവർ നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരണം. അങ്ങനെ കാതലായ ചില ലക്ഷ്യമാണ് കർത്താവ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. പുറമേ 10 പൈസ ഉണ്ടാക്കാനല്ല, പുറമേ ആരെങ്കിലും ഒരു നല്ല വാക്ക് കേൾക്കാനല്ല, പുറമേ പ്രശസ്തിക്കല്ല, ആളെ കൂട്ടാനല്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഹല്ലേലൂയ ആൾ കുറഞ്ഞാലും സ്വർഗത്തിൽ ആളുണ്ടാകണം, സ്വർഗം നിറയണം, നരകം ശൂന്യമാകണം. ഇതാണ് കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് സഭ ഏതാണെന്നോ ജാതി ഏതാണെന്നോ വർണ്ണം ഏതാണെന്നോ വർഗ്ഗം ഏതാണെന്നോ ഏത് ഭാഷയിലുള്ളവരാണ് ഞങ്ങളൊന്നും നോക്കാറില്ല. എല്ലാവരും ദൈവത്തിൻ്റെ കൈപ്പണി, എല്ലാവരും രക്ഷിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു ലക്ഷ്യത്തോടെയും ദാഹത്തോടെയും പ്രാർത്ഥനയോടെയും ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയരെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ ആശ്രയിക്കൂ. കർത്താവിൻ്റെ അമിതബലത്തിൽ നിങ്ങൾ ശക്തിപ്പെടൂ. മക്കളെങ്കിലും അവകാശികളും ആകുന്നു എന്നുള്ള ആ വാഗ്ദത്ത പദവിയിലേക്ക് നിങ്ങളും കയറി വരൂ. അതിന് മറ്റൊന്നും ചെയ്യണ്ട. യേശുവിൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് ക്രിസ്തു യേശുവിൽ രക്ഷിക്കപ്പെടുന്ന ആ സ്വർഗീയ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, നിങ്ങളുടെ ജീവിതം പൂണിയും, നിങ്ങളുടെ ജീവിതം ഫലം കായ്ക്കും, നിങ്ങളുടെ ജീവിതം സൗരഭ്യമുള്ളതായിത്തീരും. ആ ഭാഗ്യപദവിയിലേക്ക് കർത്താവ് നിങ്ങളെ കരം പിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, താഴെ കാണുന്ന നമ്പറിൽ. പക്ഷേ ഞങ്ങൾ പലപ്പോഴും മിക്കവാറും പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തു രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ പുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ യേശുവിനോട് അടുപ്പമാകും. ഞാൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അങ്ങനെ യേശുവുമായിട്ടുള്ള ബന്ധം കൂടുതൽ വർദ്ധിക്കും. അങ്ങനെ യേശു ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾ വർദ്ധിച്ചു വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ നിർദ്ദേശിക്കുകയും ഞങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുന്നത്. എങ്കിലും പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളെ കർത്താവ് നടപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.